زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വല്ലത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കൾക്ക് സ്വാതന്ത്ര്യ ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികളിലാണ്. കൂട്ടുകാരൊക്കെ ഒരുപക്ഷെ സ്കൂളിലൊക്കെ പോയി അതിൻ്റെ ആഘോഷങ്ങളും എന്താ പറയുക അതിൻ്റെ മധുരവുമൊക്കെ കഴിച്ച് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്തിലേക്ക് അതിലേക്കാൾ ഇരട്ടി മധുരം നൽകിക്കൊണ്ടാണ് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് നിങ്ങളിലേക്ക് വരുന്നത്. കൂട്ടുകാരുടെ പ്രസംഗ മത്സരം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം ഇൻഷാ അല്ലാഹ്. കുറച്ചധികം കൂട്ടുകാർ ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് അവരുടെ സംസാരങ്ങളിലേക്ക് പോകാം. ആദ്യമായി നമ്മോട് സംസാരിക്കാൻ ഒരു ഇംഗ്ലീഷ് പ്രഭാഷണവുമായി വന്നിരിക്കുന്നു ആദ്ര മെഹറിൻ. യെസ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദ്ര മെഹറിൻ ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായി നമ്മോടൊപ്പം ചേരുന്നു. സീക്രട്ട് ഹെഡ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ കയ്യൂന്നി, ഇവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് പ്രഭാഷണം കേൾക്കാം. Assalamualaikum. I am Adra Meherin of 6th standard studying in Sacred Heart Matriculation Higher Secondary School, Kayani, Dinilgiris, Tamil Nadu. Today, I am going to speak a few words about Independence Day. Today, we gather to celebrate the 79th Independence Day of our beloved nation, India. On this historical day, we remember the sacrifices of our freedom fighters who fought valiantly to secure our freedom from British rule. Independence Day is not just a celebration of our past, but reminder of the responsibility we carry as a citizen of our free nation. This year, we celebrate under the theme Nation First, Always First, reflecting our commitment to pulling our country above all else. As we hoist our tricolor flag, let us remember the values, represent courage, remember peace and prosperity. Our journey since 1947 has been marked by significant achievements in various fields, from science and technology to art, culture. Yet, we must also acknowledge the challenges we face and work collectively to overcome them. With these words, I conclude my speech. Jai Hind, Jai Bharat. Thank you. മാഷാ അല്ലാ. പ്രിയ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രഭാഷണ മത്സരത്തിൻ്റെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ പ്രഭാഷണമാണ് ആദ്ര മെഹറിൻ അവതരിപ്പിച്ചത്. വളരെ ഗംഭീരമായ ഒരു പ്രഭാഷണം നമ്മൾ കേട്ടു. വ്യത്യസ്തമായ കുട്ടികളുടെ പരിപാടികൾ കൊണ്ട് സമ്പന്നമായ സ്റ്റാർ ക്വസ്റ്റ് പ്രഭാഷണ മത്സര പരിപാടികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ജോഹർ മാഷേ, ഈ ഒരു ആദ്ര മെഹറിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം നമ്മൾ അധിക മെഹറിൻ്റെ പ്രഭാഷണത്തോടു കൂടിയായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. ഈ എപ്പിസോഡിൻ്റെ ആദ്യം ആദ്ര മെഹറിൻ വളരെ എന്താ പറയുക ഗംഭീരമായൊരു പ്രഭാഷണം എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാവുന്ന ഒരു അവതരണമായിരുന്നു എന്ന് തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് സാധാരണ പറയാറുണ്ടല്ലോ നമ്മുടെ മുൻഗാമികളെ നമ്മൾ പിന്തുടരണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ആദ്ര മെഹറിൻ്റെ മുൻഗാമിയാണ് ആതിക മെഹറിൻ. പീസ് റേഡിയോയിൽ പയറ്റി തെളിഞ്ഞ ആളാണ്. അപ്പോൾ ആ ഒരു ശൈലിയിലേക്ക് അവൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയെന്ന് നമ്മൾ പറയുന്നില്ല, എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവളുടെ പിൻഗാമിയുണ്ടോ എന്ന് നമുക്ക് അടുത്തൊരു കണ്ടസ്റ്റൻറ്റിനെ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്ര മെഹറിൻ വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം നമുക്ക് എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. നമ്മുടെ സംസാരത്തിലെ ചില ഇതിന് പറയാം വേവ് ലെങ്ത്. യെസ്, അതൊരു പ്രധാന ഘടകം തന്നെയാണ് സംസാരത്തിൽ, പ്രസംഗത്തിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മറക്കാൻ പാടില്ല സംസാരത്തിൽ. അതങ്ങ് പറഞ്ഞു തീർക്കുക എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ വിചാരിച്ച കാര്യം ആളുകളുടെ മനസ്സിലേക്ക് അങ്ങ് കയറണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം മറന്നുകൊണ്ട് സംസാരിച്ചാൽ ചില പ്രയാസങ്ങൾ നമുക്ക്
ഉണ്ടാകും എന്നുള്ളതാണ് മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എങ്കിൽ ഇനി ആരി മെഹറിൻ PB ആണ് ഇതുപോലെ തന്നെ മറ്റൊരു പ്രഭാഷണവുമായി 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. സേക്രഡ് ഹാർട്ട് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തന്നെയാണ് മോളും അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 പേരെ കമ്പയർ ചെയ്യുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, ആരാണ് തമ്മിൽ ഭേദം എന്ന് നമുക്കൊന്ന് നോക്കാം. പക്ഷെ അതിൽ വേറൊരു പ്രശ്നമുണ്ട്, അവർ 3 ഏജ് കാറ്റഗറിയാണ്. നമുക്കങ്ങനെ പറയാനും കഴിയില്ല. ഏതായിരുന്നാലും നമുക്കൊന്ന് കേട്ട് നോക്കാം. Assalamualaikum. I am Ari Meheran of 4th standard in Sacred Heart Matriculation Higher Secondary School, Kayunni, in Tamil Nadu. Today I am here to present the speech on Independence Day. I wish you all very happy Independence Day. It's my pleasure to be in front of you all. As you know, today is most important day in Indian history. Now we celebrate our Independence Day of India. India became independent on 15th August 1947 from a circular British rule. This independence we got was the result of lot of sacrifices and struggles of our great freedom fighters like Bhagat Singh, Subhash Chandra Bose, Mahatma Gandhi and Rani Lakshmi Bai. Today we are fortunate that we are born in an independent country and we have our own rights on this day. The national flag is hoisted at every public place. So it is our responsibility to sacrifice, perform our duty and progress together for the growth and development of our country. Surely the day is not far when our country will be strong and powerful in every field. Thank you. Assalamu alaikum. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ് ആണ്, അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഉണ്ട് എന്ന് പറയാൻ പാടില്ല, ഉണ്ടാവണം. ഇൻഷാ അല്ലാ നേരത്തെ പറഞ്ഞ പോലെ മുൻഗാമികൾ പോയ അവർ വന്ന വഴികളിലൂടെ തന്നെയുള്ള ശ്രമം നമുക്ക് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ബാക്കി അവിടേക്ക് എത്തും ഇൻഷാ അല്ലാ, എത്തട്ടെ. ഏതായിരുന്നാലും മനോഹരമായിട്ട് ആര്യ മെഹറിൻ സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ 3 പേരുടെയും പേര് ഒരു സ്പെഷ്യൽ അല്ലേ. ആതിക, ആദ്ര, ആരി എല്ലാം എയിലാണ് തുടങ്ങുന്നത് അല്ലേ. ഒരു പ്രത്യേക വെറൈറ്റി പേരുകളാണ്. ഏതായിരുന്നാലും വളരെ മനോഹരമായിട്ട് മോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഹംദ KM 6ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്. ഇംഗ്ലീഷ് പ്രസംഗമാണ്. കോസ്മോപൊളിറ്റൻ ഇൻ്റർനാഷണൽ ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂൾ അജ്മാൻ UAE നിന്നാണ് മോൾ പരിപാടി അവതരിപ്പിക്കുന്നത്. സംസാരം കേട്ടിട്ട് വിശേഷങ്ങളിലേക്ക് പോകാം. Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillahir Rahmanir Rahim. Good morning, everyone. My name is Hamda and I'm truly honored to stand before you today to speak about the memory and history of our independence, a journey written in blood, sacrifice, and unbreakable courage. Every year, on 15th August, we celebrate Independence Day. It may appear as just another day after many, but it is not just a holiday. It is a reminder of the day in 1947 when India finally broke the chains of nearly 200 years of British rule. But freedom was not gifted to us. It was wrested from the hands of a mighty empire, and the price was paid in lives, in tears, in years of suffering, and in acts of unimaginable bravery. One of the darkest events in our history was the Jallianwala Bagh massacre in 1919, where innocent men, women, and children were shot without mercy as they gathered peacefully in Amritsar. The cries of those who died that day still echo through time, reminding us of the cruelty of oppression and the cost of courage. Then came to Dandi March in 1930, when Mahatma Gandhi led thousands of Indians to make the sea salt, a symbol as they shattered British laws and ignited a fire of civil disobedience across the nation. Gandhiji showed the world that truth and non-violence were not weak, they were revolutionary. And
When the time came to rise the unity, the entire nation answered. In 1942, the Quit Indian movement roared across the land. "Do or die," said Gandhi, and the British felt the ground shake beneath them. Even though thousands were jailed and beaten, the spirit of freedom refused to be broken. Let me remind you of some of the heroes who led us live. Mahatma Gandhi, who turned peace into a weapon and led a movement that moved an empire. Subhash Chandra Bose, who built the Indian National Army and thundered, "Give me blood and I'll give you freedom." Pandit Nehru said, "At the stroke of midnight hour, when the world sleeps, India will awake to life and freedom." The moment was not a gift, it was a triumph, a dream carved out of the pain and made the real total sacrifice. Today, as we stand in our freedom, we must not forget the cause which it came. We must remember, unity is our shield, justice is our path, India is our song. So, my dear friends, let us not take this freedom for granted. Let us never divide ourselves by religion, language, or caste. Let us remember that when we stick together, we become unstoppable. Let us respect this land, this flag, and this history. Let us shape an India that those heroes would be proud of. Together, let's say it loud and proud. Jai Hind, Jai Bharat, Jazakumullah Khair, and Happy Independence Day. മാഷാ അല്ലാ, വളരെ മനോഹരമായിട്ട് തന്നെ ഹംദ കെ എം സംസാരം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രസംഗമാണ്. കണ്ടൻറ്റുകളൊക്കെ ഏകദേശം മനോഹരമായി ഡെലിവർ ചെയ്യാൻ പറ്റി. നമ്മൾ ഓഡിയൻസിന് ഒരുപാട് ആവർത്തന വിരസത വരും എന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഹംദ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നോക്കി വായന എങ്ങനെ പ്രസംഗത്തെ ബാധിക്കും എന്നുള്ളത്. ആ ഒരു കാര്യമാണ് എനിക്ക് അതിൽ ഫീൽ ചെയ്തത്. ഇനി ഒരു പക്ഷേ ഹംദ അത് കാണാതെ പഠിച്ച് പറഞ്ഞതാണെങ്കിൽ പോലും ഒരു നോക്കി വായനയുടെ ഫീലിംഗ് ആ ഒരു സംസാരത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ആ ഒരു ശൈലി മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് മോളോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹംദയുടെ പ്രഭാഷണത്തിൻ്റെ ശേഷം ഇനി ഹാമിദ് കെ എം ആണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹാമിദിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രഭാഷണത്തിലേക്കാണ് പോകുന്നത്. സെയിം സ്കൂളിൽ തന്നെ, അജ്മാൻ UAE-യിൽ. എനിക്ക് തോന്നുന്നു അവർ അവരുടെ ബ്രദർ ആയിരിക്കും ഇതെന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ. സംസാരം 2ാം ക്ലാസ്സിലൊരു കൊച്ചു കൂട്ടുകാരൻ്റേതാണ്. Assalamualaikum. My name is Hamid. Today I'm gonna talk about the memory and history of independence. Every year on 15th August, we celebrate Independence Day. It is not just a holiday, it is the day when the India became free in 1947 after almost 200 years of British rule. But this freedom did not come easily. It was earned through the sacrifice, struggle, and courage of many brave Indians. These heroes came from different parts of our country, spoke different language and had different culture, but they were all united by one dream of free, proud India. Let me tell you about some of them. Mahatma Gandhi, the father of our nation, showed the world that peace and truth are stronger than violence. Subhash Chandra Bose, who said, "Give me blood, I will give you freedom," inspired many of his. Maula Azad, who became India's first education minister, believed education was the light that would guide the new India. There were thousands more farmers, teachers, workers, and poets, and ordinary people who stood together. They might have been different, but they were all Indians, and they all believed in one thing: together we are strong. On 15th August 1947, their dream became real. India woke up to life and freedom, and the people finally had the right to choose their own path. Even though we were not
there at that time. We must remember their sacrifice and carry their message in our hearts. Unity is our strength. Love is our power. India belongs to all of us. Today we live in free country where can we speak freely, go to school, follow our dreams, and that is because of their courage and unity. So my dear friends, let me respect this freedom. Let us never fight over difference. Let us be kind, responsible, and proud. Let us say it together. Jai He, Jai He. Thank you and happy Independence Day. ഹംദയുടെ സംസാരത്തിന് ശേഷം നമ്മൾ ഹാമിദിൻ്റെ സംസാരമാണ് കേട്ടത്. ഒരിക്കലും അവളുമായി നമുക്ക് ഇവനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് 2ാം ക്ലാസ്സിലാണ്. 2ാം ക്ലാസ്സാണ് അല്ലേ? ഏകദേശം ഒരു 3-4 വയസ്സിൻ്റെ മാറ്റമുണ്ട്. ആ ഒരു മാറ്റം സംസാരത്തിലും ഉണ്ടാവണമല്ലോ. അപ്പോൾ ഹാമിദ് നന്നായിട്ട് പരിശ്രമിച്ചു. അവൻ്റെ പരിശ്രമത്തെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ഇനിയും കൂടുതൽ മനോഹരമാക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഹാമിദിനോട് ഓർമ്മപ്പെടുത്താറ്. വളരെ മനോഹരമായിട്ട് മോൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരു കൂട്ടുകാരനിലേക്ക് പോകാം. അബ്ദുള്ള യെസ്, സലാം മാഷ്, നമുക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പീസ് റേഡിയോയുടെ ഈ ഒരു പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് സാധാരണ നമ്മളൊരു സ്കൂളിലേക്ക് ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്താൽ അത് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുക പെൺകുട്ടികളായിരിക്കും. ആൺകുട്ടികൾ വളരെ ചുരുക്കമായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് സ്പോർട്സിനൊക്കെയാണ് ആൺകുട്ടികൾ പ്രത്യേകിച്ച്. ഇങ്ങനെയുള്ള കലാരംഗത്ത് പൊതുവേ പെൺകുട്ടികളാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. എന്നാൽ ഇവിടെ ആ ഒരു രീതി കാണുന്നില്ല എന്നുള്ളതാണ്. ഏകദേശം ബാലൻസ്ഡാണ് രണ്ടും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ പങ്കെടുക്കുന്ന മത്സരമായിട്ടാണ് എനിക്ക് മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു പീസ് റേഡിയോയുടെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. അടുത്തതായത് അബ്ദുള്ള EA, 3ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരനാണ്. മലയാളം പ്രസംഗമാണ്. കല്ലൂർ ന്യൂ UP സ്കൂളിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള EA. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയും ചരിത്രവും എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിന്റെ അഭിമാനമാണ്. നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗഫലമാണ്. അവർ സ്വജീവിതം പോലും ബലിയർപ്പിച്ചു നമ്മുടെ തലമുറകൾക്ക് സ്വതന്ത്രമായ ജീവിതം സമ്മാനിച്ചു. ഓരോ ആഗസ്റ്റ് 15-ന് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ മഹിമയെ ഓർമ്മിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നമ്മെ ദേശസ്നേഹത്തിലും ഐക്യത്തിലും ഉറപ്പിക്കുന്നു. ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും അതിനെ സംരക്ഷിക്കാനും വിലമതിക്കാനും കടമയുണ്ടെന്നതാണ്. സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകളെ ഹൃദയത്തിൽ സൂക്ഷിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്നതാണ് ഓരോ പൗരന്റെയും സത്യമായ കടമ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുള്ള, നല്ലൊരു സംസാരമായിട്ടായിരുന്നു ഈ ഒരു പ്രഭാഷണത്തിൽ പങ്കെടുത്തത്. ഗംഭീരമായിട്ടുണ്ട്, നന്നായി സംസാരിച്ചു. നമുക്ക് എന്ത് പറയാൻ പറ്റും മഷേ? അബ്ദുള്ളയോട് പറയാനുള്ളത്, മോൻ കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്നുള്ളതാണ്. അബ്ദുള്ളക്ക് നല്ലൊരു ഭാവി നമ്മൾ ഈ സംസാരത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അധികമാരും പങ്കെടുക്കാത്തൊരു ഐറ്റമാണ് ഈ പ്രസംഗ മത്സരം എന്നുള്ളത്. അപ്പോൾ അബ്ദുള്ളയോട് പറയാനുള്ളത്, സ്കൂളിലും മദ്രസയിലൊക്കെ ഇങ്ങനെയുള്ള ആർട്സ് മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണ് അബ്ദുള്ള. അതിന് അബ്ദുള്ളക്ക് പറ്റുമെന്ന് ഈ ഒരു പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ മോനെ മുൻപുള്ള എപ്പിസോഡുകളിലൊക്കെ കേൾക്കണം. ആ കേട്ടിട്ട് അതിൽ ഓരോ കുട്ടികളിലും വന്ന ചെറിയ പാകപ്പിഴവുകൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അബ്ദുള്ളയായിട്ട് മാറണം.
പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് 3-ാം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോയാൽ വരും ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു പ്രാസംഗികനായി ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടുന്ന എല്ലാ മത്സരങ്ങളിലും മുന്നേറാൻ പറ്റുന്ന ഒരു കുട്ടിയായിട്ട് അബ്ദുള്ളക്ക് മാറാൻ പറ്റുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു അബ്ദുള്ളയോട് മാത്രമല്ല, ഈ എപ്പിസോഡിൽ പങ്കെടുത്ത ഹാമിദിനോടും മംദയോടും ആരി മെഹറിനോടും ഒക്കെ കോമൺ ആയിട്ടാണ് നമുക്ക് ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പീസ് റേഡിയോ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി നടത്തുന്ന സ്റ്റാർ ക്വസ്റ്റ് പ്രഭാഷണ മത്സരത്തിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി ഹനാൻ റന, ദ മോഡൽ സിറ്റി സ്കൂൾ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. വിദ്യാർത്ഥിയാണ് ഹനാൻ റന. 6ാം ക്ലാസ്സിലാണ്. ഇംഗ്ലീഷ് പ്രഭാഷണമാണ്. എനിക്ക് തോന്നുന്നത് സ്റ്റാർ ക്വസ്റ്റിലേക്ക് വന്ന അധിക എൻട്രികളും ഇംഗ്ലീഷ് പ്രസംഗങ്ങളാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മലയാളത്തിലേറെ കംഫർട്ടായിട്ടുണ്ടാവുക ഇംഗ്ലീഷ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരെ അവിടെ നിന്ന് ട്രെയിൻ ചെയ്യുന്നതും അത് ആ രൂപത്തിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. My name is Hanan Rana. In 1947, on 15th August, India became independent. We won freedom from the British Raj after a hard struggle. On this day, at the stroke of midnight, Pandit Jawaharlal Nehru, our Prime Minister, hoisted the national flag at the Red Fort for the first time. It marked the end of the 200 years old British rule in India. We now breathe in a free and sovereign nation. On this special occasion, the people of India remember the selfless sacrifices and unparalleled contributions of great men and women to achieve the independence of India. Leaders like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose, Maulana Abdul Kalam Azad and other leaders are paid reverent homage by one and all the country. Independence Day is a day to remember and cherish. It's a time to appreciate the freedom we have. It's also a reminder that our freedom came from our country and struggles. It's a day to remember our rich history and to feel a sense of unity as we celebrate our diversity. We feel proud to be a part of a free nation and appreciate the freedom we have today. Independence Day is a reminder of the responsibility we have to protect our country and work towards its progress. So, when we celebrate on the 15th August, we are not just having fun. We are also paying a tribute to our history and heroes who made our freedom possible. May the spirit of the freedom and the unity prevail in our hearts and guide us towards a brighter future. Now, India is the largest democracy of the world. I am proud to become an Indian. Subhanakallahumma wa bihamdika ashhadu an la ilaha illa anta astaghfiruka wa atubu ilayk. Assalamu alaikum warahmatullahi wabarakatuh. Thank you. മാഷാ അല്ലാ. ജോഹർ മാഷേ, ഫസ്റ്റ് ഹനാൻ എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആൺകുട്ടിയാണ്. പക്ഷേ ഹനാൻ റന എന്ന് അതിൻ്റെ കൂട്ടത്തിൽ പേരുണ്ട്. സാധാരണ ചിലപ്പോൾ തിരിച്ച് പേര് വരാണ് റന ഹനാൻ. അപ്പം നമുക്ക് പിന്നെയും കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല. ഇതവർ തിരിച്ചിട്ടിരിക്കുകയാണ്. ശരിക്കും മോളെ പേര് റന എന്നതാണ് തോന്നുന്നുണ്ട്, ഹനാൻ റന. ആ നിലക്ക് നോക്കുമ്പോൾ പിന്നെ നമ്മൾ വോയിസ് കേട്ടപ്പോഴേക്കും മനസ്സിലായി ചിലപ്പോൾ ഇങ്ങനെയും ഉണ്ടാകും. ഹനാൻ റാണ എന്നാണെങ്കിൽ അത് ആൺകുട്ടിയായി. അപ്പോൾ ഏതായിരുന്നാലും ഇത് നമ്മൾ ഹനാൻ റനയാണ്, മോള് പെൺകുട്ടിയാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നന്നായിട്ട് സംസാരിച്ചു, ഇംഗ്ലീഷ് ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. എന്നിരുന്നാലും നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രഭാഷണത്തിൻ്റെ തുടക്കം, വോയിസ് മോഡുലേഷൻ, എൻഡിങ്, അതിലേക്ക് കോഡ്സ് ഉൾക്കൊള്ളിക്കൽ, പിന്നെ ആ ഒരു ഒരു തന്മയത്വത്തോടു കൂടിയുള്ള അവതരണം, ഇതൊക്കെ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഹനാൻ റനയുടെ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. മെച്ചപ്പെട്ട് പോട്ടെ. ഓക്കെ, മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, സംസാരത്തിൽ നമ്മൾ അധികം
റോളുകൾ എടുക്കാൻ പാടില്ലെന്നാണ്. ഇപ്പോൾ ഹനാൻ്റെ സംസാരത്തിൽ അവസാനത്തിലൊരു പ്രാർത്ഥന വന്നു, ശ്രദ്ധിച്ചോ എന്നറിയില്ല. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബ്. അത് നമ്മളൊരു സദസ്സ് പിരിയുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. ശരിക്ക് ഇവിടുത്തെ ഒരു ശൈലി അതല്ലല്ലോ. അല്ല, സദസ്സ് പിരിയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. അപ്പോൾ അനൗചിത്യം അങ്ങനെയുള്ള ചില എക്സ്ട്രാ റോളുകൾ നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ചില പ്രസംഗത്തിലൊക്കെ ചില ആളുകൾ പറയാറുണ്ട്, ഇതോടുകൂടി ഈ പരിപാടി പിരിച്ചു വിട്ടതായിട്ട് ഞാൻ അറിയിക്കുന്നൊക്കെ പറയും. ശരിക്ക് അത് ചിലപ്പോൾ ഉദ്ഘാടന സംസാരമായിരിക്കാം, അല്ലെങ്കിൽ ആശംസയായിരിക്കാം, ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ അതങ്ങോട്ട് ആ ഒരു ഇതിലങ്ങോട്ട് വന്നു പോണതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സംഗതികൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. എങ്കിൽ ഇനി ഹെമിൻ ഹുസൈനാണ് അടുത്തൊരു ഇംഗ്ലീഷ് പ്രഭാഷണവുമായി 3ാം ക്ലാസ്സിലെ കൊച്ചും പിടിക്കുകയാണ് അല്ലേ? യെസ്, ജംഫോർഡ് വേൾഡ് സ്കൂൾ, തിരുവാലി. Bismillahirrahmanirrahim. Assalamu alaikum warahmatullahi wabarakatuh to everyone who is listening to my speech today. Today, we gather to celebrate the 78th Independence Day of India. 78 years ago, our beloved country broke the chains of oppression and took its first breath of freedom. This day is not just a holy day. It is a reminder of the struggles, sacrifices and prayers that gave us this gift. Independence Day reminds us of our history, the years of suffering, the voices that rose for justice, and the millions who stood together as one nation. It teaches that unity is our greatest strength. Just as our leaders joined hands to fight for freedom, we too must stay united to protect it. Many brave people worked very hard for our freedom. Some of them even gave their lives. We remind our great leaders like Mahatma Gandhi, Subhash Chandra Bose, Bhagat Singh and more. They taught us to be brave, honest and united. But dear friends, freedom is not just a gift, it is also a responsibility. So on this Independence Day, we must ask ourselves, how can we honor this freedom? The answer is simple: by being good citizens, by keeping our country clean, helping the poor, respecting elders and following the laws. And most importantly, we are the future of our nation. If we will study well, work hard and follow good values, we can make our country strong and beautiful. We, the children of today, are the leaders of tomorrow. Let us we make work hard and keep our faith strong. On this 78th Independence Day, let us thank Allah for this freedom and promise to be good citizens. Jazakallah khair. Assalamu alaikum warahmatullahi wabarakatuh. മാഷാ അല്ലാ. ഞാൻ ഹെമിൻ ഹുസൈൻ അല്ലേ? അപ്പോൾ മിടുക്കി എന്ന് പറഞ്ഞു, മിടുക്കനാണ്. യെസ്, ഈ എന്താ പറയുക, ചില നമ്മൾ അങ്ങനെ പറയാനൊന്നും പാടില്ല, എന്നാലൊരു തമാശക്ക് വേണ്ടി പറയാം. ആട്ടിൻ തോലണിഞ്ഞ ചന്നായ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, എന്നതുപോലെയാണ് ചില പേരുകൾ. വായിക്കുമ്പോൾ ചിലപ്പോൾ ആണുങ്ങളായി തോന്നാം, ചിലപ്പോൾ പെണ്ണുങ്ങളായി തോന്നാം, പെൺകുട്ടിയായി തോന്നാം. ശരിക്കും സൗണ്ട് കേൾക്കുമ്പോഴാണ് ആരാന്ന് മനസ്സിലാവുക. നമ്മൾ അവരെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് വരുന്ന ചില ചെറിയ ഈ റേഡിയോ പ്രോഗ്രാമുകൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് സ്ഥിരം പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് പേരുകളിൽ. അപ്പോൾ അത് ആ രൂപത്തിൽ അതിനെടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഹെമിൻ്റെ സംസാരം മാഷാ അല്ലാ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. 3ാം ക്ലാസ്സുകാരൻ എന്ന നിലക്ക് അഡ്വാൻസ്ഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു ക്ലാസിൻ്റെ ലെവൽ വെച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഉഷാറായിട്ടുണ്ട്. യെസ്, കൂടുതൽ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. യെസ്. അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നു ലന മെഹറിൻ എം. 6ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. ഒരു മലയാള പ്രസംഗമാണ്. HMYHSS മഞ്ചേരിയിൽ നിന്നും ലന മെഹറിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം.
1947 ആഗസ്റ്റ് 15 2 നൂറ്റാണ്ട് നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ രാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ആഗസ്റ്റ് 15 നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടിയ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, താന്തിയോ തൊപ്പി, അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ധീര നേതാക്കളാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അവരെ ഈ അവസരത്തിൽ കൃതജ്ഞതയോടുകൂടി നമുക്ക് ഓർക്കാം. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തെന്നു കൂടി നാം ഓർക്കണം. നൂറ്റാണ്ടുകൾ നീണ്ട ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് ഏറെക്കുറെ പൂർണ്ണമായും അവർ കവർന്നെടുത്തിരുന്നു. കൃഷിയില്ല, വ്യവസായമില്ല, എന്തിന് കൈത്തൊഴിലുകൾ പോലും നാമവിശേഷമായിരിക്കുന്നു. ഇന്ത്യയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ 2 വെട്ടിമുറിച്ചാണ് അവർ പിൻവാങ്ങിയത്. സ്വാതന്ത്ര്യ പുലരിൽ നമ്മുടെ നാട് കണ്ടത് സമാനതകളില്ലാതെ പലായനങ്ങളും വർഗീയ കലാപങ്ങളുമായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ജനസംഖ്യയുടെ 90% സ്വന്തം പേരെഴുതി ഒപ്പിടാൻ പോലും മറിയില്ലായിരുന്നു. നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഗവേഷണ മേഖലകളോ സ്വന്തമായി ഇല്ല. എല്ലാത്തിനും ഉപരിയായി ലോകം തന്നെ 2 ചേരികളായി വിഭജിക്കപ്പെട്ട് ശീതയുദ്ധത്തിന്റെ അന്തരീക്ഷവും. ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് സ്വതന്ത്ര ഭാരതം അതിന്റെ യാത്ര തുടങ്ങുന്നത്. പല മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും രീതികളും ഉള്ള ഒരു രാജ്യത്തിനായി സമഗ്ര ഒരു ഭരണഘടന എന്ന ആദ്യ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുടെ പിറവിക്കാണ് അത് കാരണമായത്. തുടർന്ന് 1950 നടന്ന സാർവത്രിക വോട്ടവകാശത്തിൽ അധിഷ്ഠിതമായ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ വീണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തി. പോരിടിക്കുന്ന ചേരികൾക്ക് ഒപ്പമില്ലാത്ത ജനാധിപത്യവും മതേതരത്വവും പ്രഖ്യാപിച്ച് നമ്മൾ ഈ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിന്നു. ഇന്ന് 2025 എത്തിയിരിക്കുമ്പോൾ നമ്മുടെ രാജ്യം എത്രയോ പുരോഗതി നേടിയിരിക്കുന്നു. ശാസ്ത്രം, സാങ്കേതികം, വൈദ്യശാസ്ത്രം, പ്രതിരോധം, വിദ്യാഭ്യാസം, ഗതാഗതം, വാർത്താവിനിമയം എന്നീ മേഖലയിലെല്ലാം ഇന്ത്യ ശ്രേഷ്ഠമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഇപ്പോഴും രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വർദ്ധിച്ച ഉപയോഗം, ജാതിമത രാഷ്ട്രീയ അക്രമങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, സ്ത്രീധന മരണങ്ങൾ, അഴിമതി, വിവാഹമോചനങ്ങൾ എന്നിവ നമ്മുടെ അന്തസ്സിന് കളങ്കം ചാർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയൊക്കെയാണ് നാം ഓരോരുത്തരും നമ്മളാൽ കഴിയുന്നത് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാ ഇന്ത്യക്കാർക്കും 79ാം സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാഷാ അല്ലാ. നമ്മൾ ചില സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടുമികവുമൊക്കെ അവരിങ്ങനെ കവർ ചെയ്ത് പോകുന്നത് ഒരുവിധം കാര്യങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ആ ഒരു പ്ലസ് പോയിൻറ്റ്സുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. അങ്ങനെ ചില പ്ലസ് പോയിൻറ്റ്സുകളൊക്കെ ലന മെഹറിൻ്റെ സംസാരത്തിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റി. യെസ്, ലന മെഹറിൻ്റെ 6ാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ്. അതിൻ്റേതായ ഒരു ചില്ലറ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയാം, അത്രേ അതിൽ പ്രസംഗത്തിൽ വന്നിട്ടുള്ളൂ. എന്നാലും ഒരുപാട് പ്ലസ് പോയിൻറ്റുകൾ തന്നെയാണ് മുന്നിൽ. 2 തട്ടിലിങ്ങനെ തൂക്കി നോക്കുമ്പോൾ പ്ലസ് പോയിൻറ്റുകൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് ഏകദേശം എന്താ പറയുക, ശ്രോതാക്കൾ ഇങ്ങനെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട് കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതിലേക്ക് ചെറിയ ഒരു 2 വരി പാട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആങ്കർ ഡെസ്കിൽ നിന്ന് നമുക്ക് 2 വരി പാട്ടൊന്ന് കേൾക്കാം. ആ പാട്ട് അങ്ങനെ ആരാണ് ആ പാട്ട് പാടണമെന്ന് അറിയണമല്ലോ. എന്നാലും ഞാൻ തന്നെയാണ്. അത് ശരി, ഞാൻ വിചാരിച്ചു ഇവിടെ ആരോ പാടാൻ വരുന്നുണ്ട്. ഇല്ല. അപ്പോൾ നമുക്ക് നമ്മളെന്താ വെച്ചാൽ പ്രസംഗം കേൾക്കുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ നിരൂപണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഈ സാഹിത്യ നിരൂപകരെ ഒരു 2ാം നമ്പറൊക്കെ ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. കാരണം അവർ കുറ്റം മാത്രമേ പറയുള്ളൂ. എന്നതുപോലെ നമ്മളെ ആ ഒരു ഗണത്തിൽ പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ പാട്ട്. വേറൊന്നുണ്ട്, ഇപ്പം നമ്മളെ ഈ പാട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിരൂപിക്കപ്പെട്ട ആളുകളായിട്ട് മാറും. അതൊന്നും പ്രശ്നമാക്കണ്ട. ഇല്ലല്ല, നമ്മൾ പാടാം. ഇതിൽ 2 മെസ്സേജ് ഉണ്ട്. അങ്ങനെ നമ്മളെ ആളുകൾ നിരൂപിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. പണ്ടൊരു കുട്ടി പറഞ്ഞിരുന്നല്ലോ, ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല, എൻ്റെ ശരിയായില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല പറഞ്ഞിട്ട്. എന്നതുപോലെ തന്നെയാണ് നമുക്കിവിടെ എന്തും ധൈര്യസമേതം പറയാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം സ്വാതന്ത്ര്യ ദിനമാണ്. നമുക്ക് ചെറിയൊരു 2 വരി പാട്ട് ശ്രദ്ധിക്കാം. ഭാരത രാജ്യമിതിൻ സംസ്കാരത്തിൽ
സംസ്കാരത്തിൻ പോരിശയേറെ പറഞ്ഞിടാം. വൈവിധ്യമേറിടും നാടിതാണെന്ന ഐക്യമായി എന്നും മുന്നേറിടാം. ഭാരതരാജ്യമിതിൻ സംസ്കാരത്തിൻ പോരിശയേറെ പറഞ്ഞിടാം. വൈവിധ്യമേറിടും നാടിതാണെന്ന ഐക്യമായി എന്നും മുന്നേറിടാം. ജൈനനും ബുദ്ധനും ജനിച്ചൊരു നാട്, ഹിംസയെ തെല്ലും പൊറുക്കില്ല നാട്. എളിമയിൽ ഗാന്ധി വളർന്നൊരു നാട്, സത്യത്തിൻ പാത തെളിച്ചൊരു നാട്. ഒന്നിച്ചു നിന്നിടാം നാം മതേതര മഹനീയ മന്ത്രവുമായി. മതേതര മഹനീയ മന്ത്രവുമായി. ഭാരതരാജ്യമിതിൻ സംസ്കാരത്തിൻ പോരിശയേറെ പറഞ്ഞിടാം. വൈവിധ്യമേറിടും നാടിതാണെന്ന ഐക്യമായി എന്നും മുന്നേറിടാം. കഴിഞ്ഞോ? ഞാൻ ആ ഐക്യത്തിൽ മുന്നേറി പോകുന്നതിൻ്റെ ആ ഒരു സ്വര ലയ താള ഭംഗി ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ വല്ലാതെ മുന്നോട്ട് പോകാനും പറ്റില്ല, നമുക്ക് പ്രോഗ്രാമും നടക്കണമല്ലോ. ഓക്കെ, ഒരു വേള ഈ പ്രോഗ്രാം ഇനി വേറൊരു പ്രോഗ്രാമാക്കി മാറ്റിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ മൊബൈലുമാക്കി കുട്ടികൾ കാത്തിരിക്കുന്നത് കൊണ്ട് ഏതായാലും ഇതിനെ നിരൂപിക്കാൻ കുട്ടികൾക്ക് നമുക്ക് അവസരം കൊടുക്കാം. അല്ലേ, അവർ നിരൂപിക്കട്ടെ. ഫീഡ്ബാക്കിലൂടെ നമുക്ക് നിരൂപണം പറയട്ടെ. റിനാസ് പി കെ ആണ് ഇനി നമ്മുടെ കൂടെ വരുന്നത്. 7ാം ക്ലാസ്സിലെ കൂട്ടുകാരനാണ്. അൽ അമീൻ ഇംഗ്ലീഷ് സ്കൂൾ മങ്കടയിൽ നിന്നും റിനാസ് പി കെ നമ്മോടൊപ്പം ചേരുന്നു. Assalamu alaikum wa rahmatullahi wa barakatuh. Respected judges and all my dear friends, good morning and a very happy Independence Day to you all. Today is not just a date on the calendar, it's a day of pride, a day of celebration, and above all, a day of remembrance. On this day, August 15, in 1947, India broke the chains of British rule and became a free nation, free to speak, to dream, and live with dignity. But, my friends, let me ask you, do we truly understand the value of this freedom? Let's go back in the time for a moment. Imagine waking up in your land, where your language, your identity, your voice are always suppressed. Imagine being a stranger in your own country, ruled by someone else, and denied your basic rights. That was India before 1947. But our freedom fighters refused to accept that fate. With fire in their hearts and love for the nation in their blood, they stood up and said, "Enough is enough." Mahatma Gandhi led with truth and non-violence, shaking an empire without lifting a weapon. Netaji Subhash Chandra Bose inspired thousands with his cry, "Give me blood and I will give you freedom." Bhagat Singh, just 23 years old, gave his life to awaken a sleeping nation. Rani Lakshmibai, Sardar Vallabhbhai Patel, Nehru, and countless others gave up everything not for fame, but for a dream, a free and united India. And today, we live that dream. But the real question now is, what are we doing with this freedom? Freedom isn't just about hoisting the flag and watching parades. It's about responsibility. It's about how we build our nation, in our thoughts, in our actions, in our daily lives. I may be just a 14-year-old student. I may not fight on the borders like our brave soldiers, but I can fight against laziness and ignorance. I can choose honesty over shortcuts, kindness over hate, and courage over silence. We, the youth of India, are not just the future, we are the present. And the present demands action. So today, let's make a promise that we will value and protect our freedom. That we will salute our soldiers, thank our farmers, honor our teachers, because they are the true heroes of our land. Dear friends, independence is not a story of the past. It is a duty we carry every single day. Every time we throw garbage on the road, we insult our freedom. Every time we stay silent in the face of wrong, we weaken our democracy. Let us rise, let us dream big, let us serve our nation, not just with words, but with actions. And as I close,
I leave you with this reminder. Now, with pride in our hearts, let us all say together, Jai Hind. Thank you and happy Independence Day to you all. Assalamu alaikum wa rahmatullahi wa barakatuh. വലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വബറകാതുഹു. മാഷാ അല്ലാ. റിനാസ് പി കെയുടെ പ്രഭാഷണം കൂട്ടുകാരെല്ലാവരും കേട്ടല്ലോ. ഗംഭീരമായിരിക്കുന്നു, നല്ല അവതരണമാണ് എന്നൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു രൂപത്തിൽ പ്രഭാഷണം നടത്തി. യെസ്, റിനാസിനോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ എന്തിനാണോ മത്സരിക്കുന്നത് അതിനായിരിക്കണം നമ്മുടെ എഫേർട്ട്. ഞാൻ പറയുമ്പോൾ റിനാസിനൊന്നും തോന്നരുത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയുടെ മികവിനെ പരിചയപ്പെടുത്താനല്ല മത്സരിക്കുന്നത്. അതായത് എൻ്റെ ഇംഗ്ലീഷ് ഭാഷ എത്രത്തോളം നന്നാവുന്നുണ്ട് എന്ന് കാണിക്കാനല്ല സംസാരിക്കുന്നത്. നേരെ മറിച്ചൊരു പ്രസംഗ മത്സരമാണ്. ആ ഒരു കാര്യം റിനാസ് കുറഞ്ഞ സമയത്തേക്ക് മറന്നുപോയോ എന്നെനിക്കൊരു സംശയം. വലിയ പ്രശ്നമല്ല, എന്നാലും അങ്ങനെ ഒരു സംശയമാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ വോയിസ് മോഡുലേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നി. ഞാനിത് പറയാൻ കാരണം 7ാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ്. ഇനി അടുത്തൊരു തവണ ഒരു ഹൈസ്കൂൾ ലെവലിലേക്കൊക്കെ എത്തേണ്ട കുട്ടിയാണ്. അവിടെ എത്തുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കുറച്ചും കൂടെ മുതിർന്ന കുട്ടികളുമായിട്ടായിരിക്കും മത്സരിക്കുക. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിന്ന് തന്നെ റിനാസിന് ഈ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പ്രസംഗിക്കാനായാൽ ഒരു പക്ഷേ +2-നും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ തോൽപ്പിക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഈ നിരൂപണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. റിനാസിൻ്റെ റിനാസ് ഇത്തരം കാര്യങ്ങൾ മാത്രം ഇതിലൊന്ന് ശ്രദ്ധിച്ചാലും മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി, ബാക്കിയുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരെ ഉഷാറായിട്ടുണ്ട്. ഈ ഒരു വോയിസിൻ്റെ മോഡുലേഷനിൽ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ റിനാസിൻ്റെത് വെരി വെരി ഗുഡ് പെർഫോമൻസ് നമുക്ക് പറയാം. എന്നാൽ ഇനി ഹന ഫാത്തിമ EA ആണ് അടുത്ത പരിപാടി അവതരിപ്പിക്കുന്നത്. GHSS ചാവശ്ശേരി സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത്. മലയാളം പ്രഭാഷണമാണ് കേൾക്കാം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയും ചരിത്രവും എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. നമ്മുടെ ഇന്ത്യക്ക് ഇന്ന് നാം ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം ലഭിച്ചത് അനവധി സ്വാതന്ത്ര്യ സേനാനികളുടെ ത്യാഗഫലമാണ്. ബ്രിട്ടീഷ് അധീനതയിൽ ഏകദേശം 2 നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ ഭാരതത്തെ സ്വതന്ത്രരാക്കാൻ ഗാന്ധിജി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, നെഹ്റു തുടങ്ങിയ അനേകം വീരപുരുഷന്മാർ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. 1857 പ്രഥമ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ആരംഭിച്ച് 1947 ഓഗസ്റ്റ് 15 വരെ അനവധി പോരാട്ടങ്ങളും ത്യാഗങ്ങളുമാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പിന്നിൽ. ദണ്ഡിയാത്ര, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, അസഹകരണ സമരം തുടങ്ങി ചരിത്രത്തിലെ മഹത്തായ സമരങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം സ്വാഭാവികമായി ലഭിച്ചതല്ലെന്നും അതിന് വിലപ്പെട്ട രക്തബലികളാണ് നൽകിയതെന്നുമാണ് സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നാം നേടിയ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും അതിന്റെ മഹത്വം നിലനിർത്താനും ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നിറവേറ്റുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ നമ്മെ ദേശസ്നേഹത്തിലും ഐക്യത്തിലും ഉറപ്പിക്കുന്നു. അതിനെ ഹൃദയത്തിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക മാത്രമാണ് നമ്മുടെ കടമ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹന ഫാത്തിമയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ചില എന്താ പറയുക, ഈ പ്രസംഗ മത്സരം തുടങ്ങിയ കാലത്തുള്ള കുറേ ശൈലികളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ മോള് സംസാരിച്ചത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിലൊരു കുട്ടിയുടെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു പ്രായത്തിൽ ഉള്ള കുട്ടിയുടെ മത്സരം നമ്മൾ വീക്ഷിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ ചില ശൈലികൾ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതിൽപ്പെട്ട ഒന്നാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
അത് ഒരു എന്താ പറയുക കുറേ കാലങ്ങളായിട്ടുള്ള പഴകിയ ഒരു ശൈലിയാണ്. അങ്ങനെ ഒരു പ്രസംഗം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അങ്ങനെ പറയുന്നത് കൊണ്ട് ബാക്കിയുള്ള ആളുകൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ശരിക്ക് സാധാരണ ഇങ്ങനെ കേട്ട് ശീലിച്ചതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഒരു പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അത്രേ പറയാനുള്ളൂ എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് തോന്നി. ഇതിൻ്റെ മുന്നേയും കുറേ കുട്ടികൾ അങ്ങനെ ഇതോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അല്ലേ, ഇത്രയും പറഞ്ഞ് ഇതോടുകൂടി അങ്ങനെ ഒരു ശൈലിയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അത് നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞ് അങ്ങോട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഒരു ശൈലിയായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, എന്നാൽ ഇനി ആസിം റൈസാൻ ബിൻ നിയാസാണ് ഇനി 1ാം ക്ലാസ്സിൽ ഇന്നാണ് നമ്മുടെ കൂടെ വരുന്നത്. അതെ, ഒരു 1ാം ക്ലാസ്സുകാരൻ്റെ മികവുറ്റ പ്രഭാഷണത്തിലേക്കാണ് നമ്മൾ കാതോർക്കുന്നത്. അൽ ബസീറ ഇംഗ്ലീഷ് സ്കൂൾ പെരുമണ്ണയിൽ നിന്നാണ്. അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ. ഈ എല്ലാ വർഷവും ആഗസ്റ്റ് 15-ന് നാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷം പൂർത്തിയാവുകയാണ്. ഈ അവസരത്തിൽ നാം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തെ ഓർക്കുന്നു. അവരുടെ പോരാട്ടത്തിൽ ഫലമായി 1947 ആഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ സ്വാതന്ത്ര്യം നേടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആസിം റൈസാൻ ബിൻ നിയാസ് 1ാം ക്ലാസ്സിലൊരു കൊച്ചു കൂട്ടുകാരൻ. അൽ ബസീറ ഇംഗ്ലീഷ് സ്കൂൾ പെരുമണ്ണയിൽ പഠിക്കുന്ന കുട്ടിയാണ്. 1ാം ക്ലാസ്സുകാരൻ്റെ ലെവലല്ല ഇവൻ്റെ സംസാരം. എനിക്കതാണ് ബോധ്യപ്പെട്ടത്. അവൻ ഒന്നുകൂടെ മുതിർന്ന ആളുകളുടെ സംസാരത്തിലേക്കൊക്കെ എത്തും അല്ലേ. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇതിന് തയ്യാറായി അവൻ്റെ പ്രസംഗം സെലക്ട് ചെയ്യപ്പെടുക എന്നുള്ളത് വലിയൊരു അംഗീകാരമാണ്. ലക്ഷക്കണക്കിന് ശ്രോതാക്കളുടെ പീസ് റേഡിയോയിൽ അവൻ്റെ സംസാരം ജനങ്ങൾ കേൾക്കുക, അതിനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് വലിയൊരു അംഗീകാരം തന്നെയാണ്. കൂടുതൽ നന്നായിട്ട് പറയാനും വളരാനും പ്രസംഗിക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രമാണ് സംസാരം കേട്ടപ്പോൾ നമുക്ക് തോന്നിയ കാര്യം. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം കുട്ടികൾക്കായിട്ടുള്ള പ്രഭാഷണ മത്സരത്തിൻ്റെ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൽ ഇനി ഹദിയ കേട്ടിയാണ് നമ്മുടെ കൂടെയുള്ളത്. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. ഒരു മലയാളം പ്രഭാഷണമാണ് കേൾക്കുന്നത്. GUPS നരിപ്പറമ്പ് തിരുവേഗപ്പുറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ രാജ്യം ഏതാണ്? എന്താ സംശയം? നമ്മുടെ രാജ്യം ഇന്ത്യ അല്ലേ? നമ്മുടെ രാജ്യത്ത് ഒരുപാട് മതക്കാരും ഒരുപാട് ഭാഷക്കാരുമുണ്ട്. നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇന്നത്തെ നമ്മുടെ രാജ്യം പണ്ട് പല പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. എന്നാലും നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരുന്നു. നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളായ കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ എന്നിവ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രസിദ്ധമായിരുന്നു. അങ്ങനെ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനു വേണ്ടി കടൽ മാർഗം എത്താൻ തുടങ്ങി. ആദ്യമായി കേരളത്തിലെ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്താണ് പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ എന്നിവരെത്തി. ആദ്യം അവർ കച്ചവടങ്ങളുമായി മുന്നോട്ട് പോയി.
പിന്നീട് അവർ തമ്മിലും നമ്മുടെ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള മത്സരങ്ങൾ തുടങ്ങി. ഒടുവിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ്. അവർ നമ്മുടെ ഇന്ത്യ രാജ്യം മുഴുവൻ അവരുടെ കാൽ കീഴിലാക്കി. അവർ നമ്മുടെ നാട്ടിലെ വിലപിടിച്ച സാധനങ്ങളെല്ലാം അവരുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയി. നമ്മുടെ നാട്ടുകാർക്ക് നല്ല വിദ്യാഭ്യാസം ചെയ്യാനോ ഉയർന്ന ജോലികൾ ചെയ്യാനോ അനുവാദമുണ്ടായിരുന്നില്ല. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ജനങ്ങൾ പൊറുതിമുട്ടി. ഇതെല്ലാം കണ്ട് നമ്മുടെ ചില വ്യക്തികൾക്ക് ഇതിനൊരു അറുതി വരുത്തണമെന്നും വിദേശികളെ ഇന്ത്യയിൽ നിന്നും പറഞ്ഞയക്കണമെന്നും തോന്നി തുടങ്ങി. അങ്ങനെ അവർ ജനങ്ങളെ സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, മൗലാന അബുൽ കലാം ആസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയ നേതാക്കന്മാരുടെ കീഴിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്നു. ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം എല്ലായിടത്തും അലയടിച്ചു. ഒടുവിൽ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുകയാണ് എന്ന കരാറിൽ ഒപ്പുവെച്ചു. ആഗസ്റ്റ് 15 രാവിലെ 7 മണിക്ക് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്തി. പിന്നീട് അങ്ങോട്ട് നാം എല്ലാ ആഗസ്റ്റ് 15 ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യദിനം വെറും ഒരു അവധി ദിനമല്ല, നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടി പോരാടിയ ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾ പുതുക്കുന്നതിനുള്ള ഒരു ദിനം കൂടിയാണ്. സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യം റിപ്പബ്ലിക്കായി വളർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ ഇന്ന് നിലകൊള്ളുന്നു. കൂട്ടുകാരെ, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്കായി നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, നമുക്ക് അനുവദനീയമായ അവകാശങ്ങൾ നേടിയെടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ശുക്രൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ഹദിയ കേട്ടിയുടെ സംസാരത്തിന് ശേഷം ജോഹർ മാഷെ, നമുക്ക് എന്തടിക്കുറിപ്പ് കൊടുക്കാൻ പറ്റും? എനിക്ക് ഹദിയയുടെ സംസാരത്തിനോട് മാത്രമല്ല, പ്രാസംഗികർ മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കഥ പറയലും പ്രസംഗവും രണ്ട് ശൈലിയാണ്. ചില സംസാരങ്ങളൊക്കെ നമുക്ക് കേൾക്കും. പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ നടക്കുന്ന പ്രസംഗ മത്സരത്തിന് ഒരു കഥ പറയൽ ശൈലി കയറി വരാറുണ്ട്. അങ്ങനെ ചില സംസാരങ്ങളൊക്കെ നമ്മുടെ എപ്പിസോഡുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊരിക്കലും ഹദിയയുടേത് മാത്രമല്ല, ആ ഒരു കഥ പറയുന്ന ശൈലിയും പ്രസംഗിക്കുന്ന ശൈലിയും രണ്ട് ശൈലികളാണ്. ആ ഒരു ശൈലി ചേഞ്ചസ് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കണമെന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും സംസാരത്തിൽ വന്നിട്ടില്ല. മാഷാ അല്ലാഹ്. അപ്പോൾ ഹദിയ ഷാറായിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന് ശേഷം ഇനി അയാൻ വീട്ടിയുടെ പ്രഭാഷണത്തിലേക്കാണ് പോകുന്നത്. GUPS കാളിക്കാവ് ബസാറിൽ നിന്നാണ് അയാൻ വീട്ടി ഈ പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. കേൾക്കാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സ്വാതന്ത്ര്യവും അതിന്റെ ഓർമ്മയും ചരിത്രവും എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ആഘോഷത്തിലാണ് നാം ഏവരും ഇന്നുള്ളത്. നിങ്ങൾ ഓർക്കുന്നോ, 1857 മേയറത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട PD സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആ സമരത്തിൽ നിന്നും തുടങ്ങിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര കഥ. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ ഒട്ടനേകം സത്യാഗ്രഹ സമരങ്ങളുടെയും നിയമലംഘന സമരങ്ങളുടെയും രക്തസാക്ഷിത്വങ്ങളുടെയും തൽഫലമായി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും മോചിക്കപ്പെട്ടു. ഈ സ്വാതന്ത്ര്യം നാം അനുഭവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഗാന്ധിജി, ചാച്ചാജി, ഭഗത് സിംഗ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, സുഭാഷ് ചന്ദ്രബോസ് ഇവരെ എല്ലാവരെയും സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ഓർക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം ഒരു സമ്മാനമല്ല, അത് ഒരേ സമയം നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടിരുന്ന ആ നവോത്ഥാന ഭാരതം
നിർമ്മിക്കാൻ നമുക്ക് ഏവരും പരിശ്രമിക്കണം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി നാം പറയുന്നുണ്ടെങ്കിലും പല ഗ്രാമീണ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാതെ, വിദ്യാഭ്യാസം ലഭിക്കാതെ, ആരോഗ്യ സൗകര്യങ്ങൾ ലഭിക്കാതെ കഴിയുന്നവരുണ്ട്. ഈ അസമത്വങ്ങളെല്ലാം ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ പരിപൂർണതയിൽ എത്താനാകൂ. ഇന്ത്യയൊട്ടാകെ ശാന്തിയും സമത്വവും ഐക്യവും നിലനിർത്തി നമ്മുടെ ഇന്ത്യയുടെ നവോത്ഥാന ഭാരതം പടുത്തുയർത്താൻ നമുക്കേവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. മാഷാ അല്ലാ. അയാൻ വീറ്റിയാണ് മലയാളത്തിലുള്ള ഈ പ്രഭാഷണം അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രഭാഷണത്തിൽ, സാധാരണ പ്രഭാഷണത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കൂടെ റേഡിയോയിലേക്ക് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ നോയ്സ് വരുന്ന ശബ്ദങ്ങൾ ഒഴിവാക്കുക, വോയിസ് ക്ലാരിറ്റി. അതെ, ഇതൊക്കെ പലപ്പോഴും നേരത്തെ പലതിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലതൊക്കെ നമ്മൾ പറയാതെ പോയതാണ്. അത് ഒരു മത്സരം, ഇത് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലേസ് കിട്ടണം എന്നുള്ള രീതിയിലാണല്ലോ നമ്മളിത് പഠിക്കുന്നതും അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നതും അല്ലേ. എല്ലാവർക്കും അംഗീകാരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എഫേർട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ നോയ്സുകൾ ഒഴിവാക്കുക, പുറത്തു നിന്നുള്ള സൗണ്ടുകൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് 4ാം ക്ലാസ്സുകാരൻ്റെ പ്രസംഗം വിലയിരുത്തുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ബാക്കിയെല്ലാം ജഡ്ജ്മെൻറ്റ് പാനൽ നോക്കട്ടെ എന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മോടൊപ്പം ചേരുന്നു സുഹാ ഷിബിൽ കെ. 2ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് സുഹാ ഷിബിൽ. മലയാളം പ്രസംഗമാണ്. ദാറുൽ ഫലാഹ് ഇംഗ്ലീഷ് സ്കൂൾ, പൂപ്പലം. നമുക്ക് സംസാരം ഒന്ന് ശ്രദ്ധിക്കാം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ കൂട്ടുകാരെ, ഈശോയുടെ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരുടെയും അഭിമാന ദിനം. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന് ഇന്ത്യക്കാരുടെ അവകാശം നേടിയെടുത്ത ദിനം. രാജ്യമെങ്ങും വർണ്ണ പതാകകൾ വണിയിടുമ്പോൾ വേഷത്തിന്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തും. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെയും ആളുകളെ പോലും മുട്ടുമടക്കിച്ച ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പര്യായമാണ് നമ്മുടെ പൂർവികർ. അവർ നൽകിയ ധൈര്യവും ആത്മവിശ്വാസവും നെഞ്ചിലേറ്റ് നമ്മുടെ ഇന്ത്യയെ വീണ്ടെടുക്കാം. ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രിയ കൂട്ടുകാർക്ക് സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുഹാ ഷിബിൽ 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഒന്ന്, മൊത്തത്തിൽ 2ാം ക്ലാസ്സുകാരൻ്റെ സംസാരത്തെ വിലയിരുത്തുകയല്ല, എല്ലാ പ്രാസംഗികരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നിരുന്നു. അതിൻ്റെ ചെറിയ രൂപമാണ്. ഒന്ന്, പ്രസംഗിക്കുന്ന ആളുകൾ നന്നായിട്ട് വായനാശീലമുള്ളവരായിരിക്കണം. മറ്റൊന്ന്, ഉച്ചാരണ ശുദ്ധി വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ചില പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കുന്നിടത്ത് ചില വീണ്ടും വിചാരം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ പേര് ഉച്ചരിക്കുമ്പോൾ കൃത്യമായി പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ വോയിസ് മോഡുലേഷൻ, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ചില ശൈലികളും അതുപോലെ തന്നെ ചില പ്രത്യേക വചനങ്ങളുമൊക്കെ എടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് തുടങ്ങുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു പ്രസംഗം അതിൻ്റേതായ രൂപത്തിൽ ആയിത്തീരുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും രാജ്യം അതിൻ്റെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിലാണുള്ളത്. നമ്മളും അങ്ങനെ തന്നെയാണുള്ളത്. പീസ് റേഡിയോയും അതിൽ തന്നെയാണുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത മത്സര
പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.